നടന്നു നടന്ന് രാമനും സീതയും ലക്ഷ്മണനും ഐശ്വര്യമത്തായ ശരഭംഗ ഋഷിയുടെ ആശ്രമത്തിലെത്തി. മഹർഷിയെ കണ്ടു വന്ദിച്ചു. മഹർഷി സാക്ഷാൽ നാരായണനെ ഭക്തിയോടെ പൂജിച്ചു സ്വീകരിച്ചു. മഹർഷി രാമനോട് പറഞ്ഞു, അനേകം നാളുകളായി നിന്നെ സീതയോടൊപ്പം കാണാനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇന്നെൻ്റെ ജന്മം സഫലമായി. ഞാൻ ഇത്രയും കാലം തപസ്സു ചെയ്തു നേടിയ പുണ്യം നിന്നിലാക്കി ദേഹം വെടിയണമെന്ന ഉദ്ദേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. രാമാദയാനിധേ, ഞാനിനി ബന്ധങ്ങളിൽ നിന്ന് മുക്തനായി എന്ന് പറഞ്ഞ് ശരഭംഗ മുനിശ്രേഷ്ഠൻ രാമനെ നമസ്കരിച്ചു. രാമനെ നോക്കിക്കൊണ്ട് രാമനെ ഹൃദയത്തിൽ ഇരുത്തി ദേഹം വെടിഞ്ഞു. ആ താപസൻ സായുജ്യം പ്രാപിച്ചു. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. ദേവേന്ദ്രൻ രാമപാദങ്ങൾ വണങ്ങി. അല്പകാലം കൂടി രാമൻ അവിടെ വസിച്ചു. ദണ്ഡകാരണ്യത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന മുനികൾ സാക്ഷാൽ നാരായണൻ മനുഷ്യരൂപത്തിൽ കാനനത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായി അറിഞ്ഞു. അദ്ദേഹത്തെ ദർശിച്ചു പുണ്യം നേടുന്നതിനായി വന്നു ചേർന്നു. സീതയോടും ലക്ഷ്മണനോടും കൂടി രാമനെ കണ്ട സന്തോഷത്താൽ മതിമറന്ന രാമനെ സ്തുതിച്ച് കൈകൂപ്പി നിന്നു. മുനികൾ രാമദേവനോട് പറഞ്ഞു, അങ്ങ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അന്ന് പന്നകശായിയായ പരമപുരുഷോത്തമനാണ്. സീതാദേവി ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മണൻ ശേഷനാണ്. അങ്ങ് ഭൂമിയിൽ ജനിച്ചതും അഭിഷേകാരംഭങ്ങളും വിഘ്നങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങൾ അകറ്റുന്നതിനാണെന്നും ഞങ്ങൾ അറിയുന്നു. ഈ കാനനത്തിൽ ധാരാളം താപസ ശ്രേഷ്ഠന്മാർ അങ്ങയെ കാത്തു വന്ദിച്ചു പുണ്യം നേടുന്നതിനായി കാത്തിരിക്കുന്നുണ്ട്. ഈ കാനനം നല്ല സുന്ദര സുരഭില പുഷ്പങ്ങൾ നിറഞ്ഞതും വൃക്ഷലലാദികൾ പരിശോഭിതവുമാണ്. നയനാനന്ദകരമായ സുന്ദര വനങ്ങൾ ദർശിച്ചു. പർണശാലകളിൽ വാഴുന്ന മുനിമാരെ സന്ദർശിച്ചു സംതൃപ്തനായാലും ഞങ്ങൾ കൂടെ വരുന്നതാണ്. രാമൻ മുനിമാരോടൊപ്പം കാനനങ്ങൾ തോറും നടന്നു. മുനി ആശ്രമങ്ങൾ തോറും സന്ദർശിച്ചു നടന്നു നടന്ന് ഒരു ദിക്കിൽ ചെന്നപ്പോൾ തലയോട്ടികൾ കുന്നുപോലെ കിടക്കുന്ന ഒരേ പ്രദേശത്തെത്തി. അത് കണ്ട് രാമൻ ചോദിച്ചു, ഇത് എന്താണ്? മനുഷ്യതലകൾ ഇങ്ങനെ കുന്നുപോലെ ഉണ്ടാകാൻ കാരണം? താപസർ പറഞ്ഞു, രാക്ഷസ പരീക്ഷകൾ മർത്യമാംസം ഭക്ഷിച്ചു ശേഷിച്ച തലകളാണിവ. രാമൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ചെന്ന് അവരവരുടെ കർമ്മം ചെയ്തു വസിക്കുക. ഇത് കേട്ട രാമൻ പറഞ്ഞു, ഈ നിഷ്ഠൂരന്മാരായ ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് മർത്യലോകം ചുറ്റിവലിക്കുന്നുണ്ട്. പ്രകാരം ദണ്ഡകാരണ്യത്തിൽ മുനിമാരെ സാന്ത്വനിപ്പിച്ച് പർണശാലകൾ തോറും സന്ദർശനം നടത്തി 13 സംവത്സരങ്ങൾ കഴിഞ്ഞുകൂടി. ഇക്കാലമത്രയും സീതയും ലക്ഷ്മണനും രാമപാദങ്ങളെ പിന്തുടർന്നിരുന്നു. 13 സംവത്സരങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി.